നൈസായിട്ട് തേക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ സുധാകരന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ കാണുമ്പോൾ നമുക്കത് ഏറെ ക്ലിയർ ആവുന്നുണ്ട്. യോഗ്യനല്ലാത്ത എംപ്ലോയിയെ ഉയർന്ന സ്ഥാനത്ത് നിന്നും മാറ്റുമ്പോൾ അത്രയ്ക്ക് പ്രൊഫഷണൽ അല്ലാത്ത സ്ഥാപന ഉടമകൾ പല ഉടായ്പും കാണിക്കും. അത്തരത്തിലുള്ള ഒരു ഉടായ്പ് മാത്രമാണ് കോൺഗ്രസുകാർ സുധാകരന്റെ കാര്യത്തിൽ എടുത്തത്. എന്നാൽ തന്റെ പൊട്ടത്തരം കൊണ്ടോ മനസ്സിന്റെ ശുദ്ധത കൊണ്ടോ സുധാകരൻ അത് മനസ്സിലായില്ല എന്ന് മാത്രം. സുധാകരനെ എല്ലാവരും കൂടി പുകഴ്ത്തിയപ്പോൾ പുള്ളി കരുതുന്നത് പുള്ളി എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ്. എന്നാൽ കാര്യം കഴിഞ്ഞ ശേഷം വെറും കറിവേപ്പിലയായി വലിച്ചെറിയുക മാത്രമാണ് നേതാക്കൾ ചെയ്തത്. ഇപ്പോഴത്തെ ഈ ഓളമൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് മനസ്സിലായിക്കോളൂ. സുധാകരനെ മാറ്റി പുതിയ ആളിനെ നിയമിച്ചതിൽ കോൺഗ്രസിനകത്ത് നല്ല രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോഴത്തെ സുധാകരനെയും കോൺഗ്രസിനെയും വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് CPM നേതാവ് EP ജയരാജനാണ്. സുധാകരൻ തന്റെ നേട്ടങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ എണ്ണിപ്പറയുന്നത് കേൾക്കുകയുണ്ടായി. എന്നിട്ടും എന്തിനാണ് സുധാകരനെ മാറ്റി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA നിയമിച്ചത് എന്നത് സുധാകരനോട് ഉന്നതാധികാര സമിതി പറഞ്ഞിട്ടില്ല. സുധാകരൻ പറയുന്നതിലൂടെ തനിക്ക് മനസ്സിലാവുന്നത് സുധാകരനെ കോൺഗ്രസ് പുറത്താക്കി എന്നുള്ളതാണ്. എന്നാൽ അത് തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, സുധാകരൻ ചെയ്ത തെറ്റുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് മറച്ചു വെക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇത് കോൺഗ്രസിന്റെ അകത്തും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസിന്റെ അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള അധികാരം കോൺഗ്രസ് നേതൃത്വത്തിനോ ഉന്നതാധികാര സമിതിക്കോ ഇല്ല എന്നുള്ളതാണ്. അതിൽ കൃത്യമായ ബാഹ്യ ഇടപെടലുകൾ നടന്നു എന്നുള്ളത് വ്യക്തമാണ്. ബാഹ്യശക്തികൾ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചിട്ടുണ്ട്. ജനാധിപത്യ പാർട്ടി എന്നുള്ള തരത്തിൽ ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. KPCC അല്ല ഇപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തീരുമാനിച്ചിട്ടുള്ളത്. സണ്ണി ജോസഫ് ആരുടെ പ്രതിനിധിയാണ്, ആരുടെ നിർദ്ദേശമാണ് എന്നുള്ളതെല്ലാം കോൺഗ്രസിനകത്ത് ഇപ്പോൾ വലിയ ചർച്ചയാണ്. അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചെങ്കിലും സണ്ണി ജോസഫിനോ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവിനോ വെള്ളാപ്പള്ളി ഉന്നയിച്ച കാര്യങ്ങളിൽ മറുപടി പറയാൻ ത്രാണിയില്ല എന്ന് മനസ്സിലായി. ഇത്തരത്തിൽ തങ്ങളുടെ പാർട്ടിയുടെ കാര്യത്തിൽ പോലും പറയാൻ ത്രാണിയില്ലാത്ത കോൺഗ്രസ് ആരെ രക്ഷിക്കാനാണ്, ആരെ നയിക്കാനാണ്? കോൺഗ്രസിന്റെ ദുർബലാവസ്ഥയാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഇത്തരം അവസ്ഥയിൽ ഇതിനു മുന്നേ കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടില്ല. ഇന്ന് കോൺഗ്രസ് തകർച്ചയുടെയും അധപ്പതനത്തിന്റെയും വഴിയിലാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ജനവിശ്വാസത്തെയും ബഹുജന പിന്തുണയെയും പ്രതിരോധിച്ച് മുന്നോട്ട് വരാനുള്ള കരുത്തൊന്നും കോൺഗ്രസിന് നിലവിലില്ല എന്ന് ജനങ്ങൾക്കറിയാം. അത്രത്തോളം കരുത്തുറ്റ പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാവി ദേശീയ തലത്തിലും കേരളത്തിലും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ നേതൃത്വത്തിന് വന്നു ചേരുന്ന അപജയങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കോൺഗ്രസ് അണികൾക്കും കഴിയേണ്ടതുണ്ട്, അദ്ദേഹം പറയുന്നു. കാര്യം കഴിഞ്ഞപ്പോൾ സുധാകരൻ വെറും ഏഴാം കൂലി ആയതുപോലെ സണ്ണി ജോസഫും ആവുമോ എന്ന് കണ്ടു തന്നെ അറിയണം.